എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് മേടം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. മേടം രാശിയിലെ 2.25 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം അടങ്ങിയതാണ്. 2026 ആദ്യ പകുതിയിൽ മേടം രാശിക്കാർക്ക് സാമ്പത്തികമായും മാനസികമായും ആരോഗ്യപരവുമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ തന്നെ നേരിടേണ്ടി വരുമെങ്കിൽ പോലും വർഷാരംഭത്തിൽ രാശ്യാധിപതിയായ ചൊവ്വ അനുകൂല ഭാവങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ടുള്ള ആത്മവിശ്വാസവും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. ഈ ഒരു കാലയളവിൽ കഠിനാധ്വാനത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫലവും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ ചൊവ്വയുടെ അനുകൂല സ്ഥാനം മത്സര പരീക്ഷകൾ എഴുതുന്ന വ്യക്തികൾക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണമായും പരിശ്രമിക്കാൻ ശ്രമിക്കുക. ജോലി നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്കും പുതിയ അവസരങ്ങൾ തേടുന്ന വ്യക്തികൾക്കും ഈ 3 മാസത്തിനുള്ളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മിലിറ്ററി, പോലീസ്, സർജന്മാര്, എഞ്ചിനീയേഴ്സ്, വെൽഡിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെയും ഈ ഒരു കാലയളവ് അനുകൂലം തന്നെയാണ്. ഈ കാലയളവിൽ തീർത്ഥാടന യാത്രകൾക്ക് സാധ്യത ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആത്മീയ വിഷയങ്ങൾ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ആശയവിനിമയ ശേഷി മെച്ചപ്പെടും. അത് വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും വളരെ ഗുണകരമായിരിക്കുകയും ചെയ്യും. എങ്കിലും ജോലി സ്ഥലത്ത് നമ്മുടെ സീനിയേഴ്സുമായിട്ടോ ഹയർ മാനേജ്മെൻറ്റുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിദ്യാർത്ഥികൾക്കും എഴുത്തുകാർക്കും ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. വിദേശവാസം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു കാലഘട്ടത്തിൽ തടസ്സങ്ങളൊക്കെ മാറി മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ അതീവമായ ജാഗ്രത പുലർത്തേണ്ടതായ ഒരു സമയമാണ്. യാത്രകൾക്കായും സഹോദരങ്ങൾക്കായും അപ്രതീക്ഷിതമായ ധനം ചെലവഴിക്കേണ്ടി വരും. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കേണ്ടതാണ്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഈ ഒരു കാലയളവിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും ലോണോ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് EMI ഒക്കെ കൃത്യമായി അടച്ചു പോകാൻ കഴിയുമോ എന്നൊരു പരിശോധന നടത്തിയിട്ട് അങ്ങനെ കൃത്യമായ ഒരു സാമ്പത്തിക വിലയിരുത്തലുകൾ നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ സാമ്പത്തികമായ റിസ്കുകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് ജൂൺ മാസം വരെ ഉചിതം. ജൂൺ മാസം വരെ സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. ജൂൺ മാസത്തിന് ശേഷം പ്രശ്നങ്ങൾ പതിയെ മാറിത്തുടങ്ങും. തൊഴിൽപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായുള്ള പുരോഗതിയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. IT, മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ, സോഷ്യൽ മീഡിയ, കണ്ടന്റ് റൈറ്റിംഗ്, അതുപോലെ ജേർണലിസം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, വ്ളോഗിംഗ്, അധ്യാപനം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെയും വളർച്ചയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതായ ഒരു സമയമാണെന്ന് പറയാൻ പറ്റും. വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലോട്ടുള്ള വീക്ഷണം പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് എടുക്കാമെങ്കിൽ പോലും 12ാം ഭാവാധിപതി ആയതുകൊണ്ടും 5ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് കൊണ്ടും 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാലും പ്രണയത്തിലും വിവാഹത്തിലും സത്യസന്ധമായും സ്നേഹത്തോടെയും ഒക്കെ സ്നേഹത്തിന്റെ ഭാഷയിലും പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ധാരാളം അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ പങ്കാളിത്ത ബോധം ആവശ്യമായൊരു സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തികൾക്ക് ഈ സമയം അനുകൂലമല്ല. ഉദര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാൽപാദങ്ങളും കണ്ണുകളുടെയും ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ ആവശ്യമാണ്. ഈ ഒരു സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ്. ക്രിമിനൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർക്ക് 11ാം ഭാവത്തിലെ രാഹു വളരെ അനുകൂല ഫലം നൽകുകയും ചെയ്യും. ജൂൺ മാസത്തിന് ശേഷം വീട് വാങ്ങുന്നതിനോ പണിയുന്നതിനോ അനുകൂലമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. അതുപോലെ പ്ലംബിങ്, റിഗിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. അധ്യാപകർക്കും കാർഡിയോളജിസ്റ്റ്, ഡേ കെയർ നടത്തുന്ന വ്യക്തികൾ, കാർഡിയോവാസ്കുലർ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, എഞ്ചിനീയർമാർക്ക്, ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറിൻ്റെയൊക്കെ ബിസിനസ്സുകൾ നടത്തുന്ന വ്യക്തികൾക്കും ഈ സമയം വളർച്ചയും നേട്ടങ്ങളും ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്കും ജൂൺ മാസത്തിന് ശേഷമുള്ള വിഷയമാണ് പറയുന്നത്. വളരെ അനുകൂലമാണ്. അതുപോലെ ഇമ്പോർട്ടഡ് ഫർണിച്ചറിൻ്റെയൊക്കെ ബിസിനസ് നടത്തുന്ന വ്യക്തികൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമാണ്. 9, 12 ഭാവാധിപതി ആയ വ്യാഴം 10ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക്
തൊഴിൽ ലഭിക്കും. വിദ്യാഭ്യാസത്തിനും എക്സ്പീരിയൻസിനും ആനുപാതികമായിട്ടുള്ള രീതിയിൽ അത്തരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജൂൺ മാസത്തിന് ശേഷം മാതാപിതാക്കൾക്ക് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് അമ്മയ്ക്ക് തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാവും. 4ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് തൊഴിൽപരമായിട്ടൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയമാണ്. വിദേശത്ത് വീട് വാഹനം വാങ്ങാനുള്ള അവസരവും ഈ സമയത്ത് ജൂൺ മാസത്തിന് ശേഷമുള്ള സമയത്ത് വളരെ അനുകൂലമാണ്. നാട്ടിൽ വീട് പണിയുന്ന വ്യക്തികൾക്കും വാങ്ങുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണെങ്കിലും ചില അധിക ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലാൻഡ് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുമ്പോൾ തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കി ക്ഷമയോടെ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം. അത് ജൂൺ മാസത്തിന് ശേഷമായാലും. എന്നാൽ വിദേശത്ത് വീട് വാങ്ങുന്ന വ്യക്തികൾക്ക് അത്തരത്തിലുള്ള ദോഷങ്ങൾ ബാധകമല്ല എന്നുള്ളതാണ്. കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. IVF ട്രീറ്റ്മെന്റിനൊക്കെ ആലോചിക്കുന്ന വ്യക്തികൾ ജൂൺ മാസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും വിദേശത്ത് പഠനം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ജൂൺ മാസത്തിന് ശേഷം. വിദേശ ജോലി, ബിസിനസ് എന്നിവയ്ക്കും മികച്ച അവസരങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ വരുമാന മാർഗം ഉണ്ടാവും. ആത്മവിശ്വാസം വർദ്ധിക്കും. IELTS, OET പോലുള്ള പരീക്ഷകൾ എഴുതുന്നതിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിനും വളരെ അനുകൂലമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ജൂൺ മാസത്തിന് ശേഷം രോഗശമനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് 4ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ കാലയളവ് അനുകൂലമാണ്. ആത്മവിശ്വാസവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടാവണം എന്നുള്ളതാണ് ജൂൺ മാസത്തിന് ശേഷം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. വീട് പണി പൂർത്തിയാക്കാനൊക്കെ കഴിയും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാവും. വസ്തു തർക്കങ്ങൾ നിലവിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ജൂൺ മാസത്തിന് ശേഷം. ദൂരദേശത്ത് വസ്തു വാങ്ങാൻ യോഗമുള്ള സമയമാണ്. തീർത്ഥാടനം, സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. സോഷ്യൽ വർക്കേഴ്സ്, പൊളിറ്റീഷ്യൻസിനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പറയാൻ പറ്റും. ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും. സ്പിരിച്വൽ ട്രെയിനേഴ്സിന് അനുകൂലമാണ്. കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായും വരും. വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ അനുകൂലമാണ്. റിമോട്ട് ഏരിയയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഓഫ് ഷോർ ജോബ്സ്, ലോജിസ്റ്റിക്സ്, ഓയിൽ റിഗ് ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്കും ജൂൺ മാസത്തിന് ശേഷം വളരെ അനുകൂലമാണെന്ന് പറയാം. ചില സമയങ്ങളിൽ ശാരീരികമായോ മാനസികമായോ ഉള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരാം. പ്രത്യേകിച്ച് കാൽപാദങ്ങൾ, സന്ധികൾ, ഇത്തരത്തിലുള്ള ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ സമയം മെഡിക്കേഷനും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ അനുകൂലമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജൂൺ മാസത്തിന് ശേഷമുള്ളൊരു വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 2027 പകുതിക്ക് ശേഷം വളരെ ലാഭകരമായി സെയിൽ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. ഏഴര ശനി കാലഘട്ടമാണെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം ശനി സഞ്ചരിക്കുന്ന രാശിയുടെ അധിപതിയായ വ്യാഴം ആ രാശിയെ തന്നെ വീക്ഷിക്കുന്നത് കൊണ്ടും അതിനാൽ ഏഴര ശനിയുമായിട്ട് ബന്ധപ്പെട്ട ദോഷ വിഷയങ്ങളൊന്നും അത്ര ശക്തമായി നമ്മൾ അനുഭവിക്കാൻ ജൂൺ മാസത്തിന് ശേഷം അനുഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അച്ചടക്കവും കഠിനാധ്വാനവും അനിവാര്യമായ ഒരു സമയമാണ്. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും അവയെ വളരെ ധൈര്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വ ബോധവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കുട്ടികളുടെ കസ്റ്റഡി കേസ്, മന്ത്ലി മെയിൻ്റനൻസ് കേസ് നടത്തുന്ന വ്യക്തികൾ ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് 2026 മേടം രാശിയുടെ കുറച്ച് ബലം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുള്ള വ്യക്തികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.